വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. എന്നെ കാണുന്ന കേൾക്കുന്ന ഷാലോൺ TV പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹം മനുഷ്യരൂപം സ്വീകരിച്ചു ക്രിസ്മസ് ദിവസത്തിൽ. ഈ ദൈവ സ്നേഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ആഘോഷമാണല്ലോ ക്രിസ്മസ്. ഈ ക്രിസ്മസ് സന്ദേശം ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് നൽകിയത് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലർക്കും സന്തോഷിക്കുവാനായിട്ടുള്ള സദ്വാർത്തയാണ് മാലാഖ ഇടയന്മാർക്ക് നൽകിയതിലൂടെ ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കും നൽകുന്നത്. ജാതി മതഭേദമില്ലാതെ ഏത് രാഷ്ട്രത്തിലെന്നോ ഏത് ഭാഷ സംസാരിക്കുന്നവരെന്നോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരെന്നോ എന്നുള്ള യാതൊരു വ്യത്യാസവും കൂടാതെ സകല ജനങ്ങൾക്കും വേണ്ടി സന്തോഷിക്കുവാനായിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണല്ലോ ക്രിസ്മസ്. എന്താണ് ഈ ക്രിസ്മസിലൂടെ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളത്? വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹം തന്നെയായ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് ഇമ്മാനുവേലായി ദൈവം മനുഷ്യനോടുകൂടെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം മനുഷ്യനാവുമ്പോൾ അവൻ നമ്മോടുകൂടെയുള്ള ആ അവസ്ഥയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. മനുഷ്യന് അപ്രാപ്യമായി കരുതിയിരുന്ന ആ ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ അവരിൽ ഒരുവനായി ജനിച്ചു, അവൻ പ്രവർത്തിച്ചു, അവൻ മനുഷ്യർക്ക് രക്ഷ നേടി ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതിനാൽ അവൻ നമുക്ക് രക്ഷ നൽകുവാൻ വന്നവനാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഏതെങ്കിലും പ്രത്യേക മതത്തിലുള്ളവർക്കോ മാത്രമല്ല, സകല ജനങ്ങൾക്കും ഉള്ള രക്ഷ നേടിക്കഴിഞ്ഞു. ആ രക്ഷ ഓരോ മനുഷ്യനും സ്വന്തമാക്കുക എന്നുള്ളത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വശമാണ്. എങ്ങനെ ദൈവം മനുഷ്യർക്ക് ലഭ്യമാക്കി തീർത്തിരിക്കുന്ന രക്ഷ, മനുഷ്യർക്ക് വേണ്ടി നേടിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാം. സ്നാപക യോഹന്നാൻ ഈ രക്ഷകന് വഴിയൊരുക്കിക്കൊണ്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, അവന് വഴിയൊരുക്കുവിൻ, അവൻ്റെ വഴികൾ നേരെയാക്കുവിൻ. വഴി ഒരുക്കണം, വഴി നേരെയാക്കണം. വഴി ഒരുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ ഇതാണ്. നമ്മുടെ ചില നാട്ടുപ്രദേശത്തൊക്കെ കുന്നുകളുണ്ട്, ചിലപ്പോൾ കുറച്ചുകൂടി വലിയ മലകളാകാം. നമ്മുടെ ജീവിതത്തിൽ കുന്നുകളും മലകളുമാകുന്ന പാപത്തിൻ്റേതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം. ആ കുന്നുകൾ ചിലപ്പോൾ സ്വാർത്ഥതയാകാം, ചിലപ്പോൾ അഹങ്കാരമാകാം, ചിലപ്പോൾ അസൂയയാകാം. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ടുള്ളതൊക്കെ ഒരു കുന്നായിട്ട് നമുക്ക് കാണാവുന്നതാണ്, ഒരു മലയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള കുന്നുകളും പാപത്തിൻ്റേതായിട്ടുള്ള കുന്നുകളും മലകളും നമ്മൾ നിരത്തി ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നാം വഴി ഒരുക്കണം.
അങ്ങനെ വഴി ഒരുക്കുന്നവർക്കാണ് ഈ ക്രിസ്മസ് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് മാറുക. അങ്ങനെ വഴി ഒരുക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒരു മനുഷ്യൻ, അവൻ പരിപൂർണമായി തളർന്നു കിടക്കുകയാണ്. ശരീരം മുഴുവനും പാരലൈസ്ഡായി. ഒരു കരം മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യക്തി പല ശുശ്രൂഷകളും നടത്തിയിട്ട് സൗഖ്യം കിട്ടിയില്ല. അവസാനം പോട്ടയിൽ ധ്യാനത്തിൽ പങ്കെടുത്തുന്നാൽ ദൈവവചനം ശക്തമായി കേൾക്കുമ്പോൾ ആ ശക്തമായ വചനം ഹൃദയത്തെ സ്പർശിക്കും. ആ ഹൃദയത്തിൽ നിന്ന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും, സൗഖ്യം ലഭിക്കും എന്നുള്ള സന്ദേശം കിട്ടി. അങ്ങനെ നീ ഈ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്ന് അറിയാവുന്ന, പോട്ടയെക്കുറിച്ച് അറിയാവുന്നവർ പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പോട്ട ആശ്രമത്തിൽ ധ്യാനിപ്പിക്കാൻ കൊണ്ടുവന്നു. അവൻ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള മുറിയിൽ കിടന്നുകൊണ്ട് വചനം കേൾക്കുകയാണ്. അദ്ദേഹം വചനം ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കേട്ടു. ആ വചനം ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം നമുക്ക് നേടിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചും ആ രക്ഷ സ്വന്തമാക്കുന്നതിന് നമ്മൾ അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും, പിന്നീട് ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ സൗഖ്യ ശുശ്രൂഷയാണ്. ആന്തരിക ശാരീരിക സൗഖ്യ ശുശ്രൂഷയ്ക്ക് ഒരുക്കമായിട്ടാണ് ഈ വചനപ്രഘോഷണം നടക്കുക. ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിനെക്കുറിച്ചും ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ വചനപ്രഘോഷകർ ശക്തമായി ജീവസ്പർശിയായ വിധത്തിൽ വചനം പ്രഘോഷിച്ചു. അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ഈ രാമകൃഷ്ണൻ എന്ന സഹോദരൻ കേട്ടു. അവസാനത്തെ ദിവസം സൗഖ്യ ശുശ്രൂഷയ്ക്ക് കത്തോലിക്കരായിട്ടുള്ളവരെ കുമ്പസാരിച്ചൊരുങ്ങുന്നു, പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നു. ഈ മകന് കുമ്പസാരിക്കാൻ യോഗ്യതയില്ല, കാരണം ഒരു ക്രിസ്ത്യാനിയായിട്ടില്ല, മാമോദിസ സ്വീകരിച്ചിട്ടില്ല. എങ്കിലും ആ വ്യക്തിക്ക് മനസ്സിലായി ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൽ ജീവിക്കുന്നവനിൽ ദൈവം വസിക്കും. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലാണല്ലോ ഈ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞത്. ദൈവം സ്നേഹമാകുന്നു. ആ വചനം നമ്മൾ തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുവാനിടയാകുന്നു. നാം ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ സ്നേഹത്തിൽ ജീവിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. നാം സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തമായി അനുഭവവേദ്യമാക്കി തരികയാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിന് ബോധ്യം വന്നു. ഇദ്ദേഹം സ്നേഹിക്കണം. ഇദ്ദേഹം ക്ഷമിക്കേണ്ട ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തപ്പോൾ സ്വന്തം സഹോദരനെക്കുറിച്ച് ഓർത്തു. അവരുടെ പ്രോപ്പർട്ടി സംബന്ധമായ ഒരു തർക്കത്തിൽ വഴക്കിടാനിടയായി. വഴക്കുമൂത്ത് ദേഹോദ്രവം ഏൽപ്പിച്ചു. സഹോദരൻ പറഞ്ഞു, ഇപ്പോൾ ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന സഹോദരൻ പറഞ്ഞു, എനിക്കിനി നീയുമായിട്ട് യാതൊരു ബന്ധവുമല്ല, നീ എൻ്റെ സഹോദരനുമല്ല, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനുമല്ല എന്നൊക്കെ ദേഷ്യം വന്നപ്പോൾ നമ്മൾ പലതും പറയുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു കരം മാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഈ വചനം കേട്ട് ക്ഷമിച്ച് സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായപ്പോൾ, അതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ തൻ്റെ പാപത്തെക്കുറിച്ച് അദ്ദേഹം അനുതപിച്ചു. സഹോദരനോടുള്ള വെറുപ്പ് അദ്ദേഹം ഉപേക്ഷിച്ചു. അത് സഹോദരനോട് പറയുവാനായിട്ട് ബെഡിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചിരുന്ന മൊബൈലെടുത്ത് സഹോദരൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഭാഗ്യത്തിൻ്റെ സഹോദരൻ അങ്ങേയറ്റത്ത് വീട്ടിൽ നിന്ന് എടുത്തു. കണ്ണീരോടുകൂടി ഇദ്ദേഹം പറഞ്ഞു, സഹോദര, ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് നിന്നോട് ദേഷ്യപ്പെട്ടതിനോർത്ത് ഞാൻ അനുതപിക്കുന്നു. നീ ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണം. നീ എന്നോട് പറഞ്ഞിട്ടുള്ളതും എന്നോട് ചെയ്തതൊക്കെ ഞാൻ ദൈവനാമത്തിൽ നിന്നോട് ക്ഷമിക്കുന്നു. ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കുക. കണ്ണുനീരോടുകൂടെ അപ്പുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനും പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ ജ്യേഷ്ഠനോട് പരിപൂർണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു.
അവർ പരസ്പരം കണ്ണീരൊഴുക്കി ഫോണിൽ കൂടി തന്നെ പരസ്പരം ഒന്ന് ചുംബിച്ചു. അപ്പോഴത്തേക്കും ഈ രാമകൃഷ്ണൻ എന്ന തളർന്നു കിടന്ന ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിരകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ പ്രസരിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഏതോ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ മസിൽസൊക്കെ ശക്തി പ്രാപിച്ചു. അദ്ദേഹം കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഒന്ന് കാലുകുത്തി നിൽക്കാൻ നോക്കി. അപ്പോൾ കാലിനൊക്കെ നല്ല ശക്തി. അദ്ദേഹം എഴുന്നേറ്റു. ഒന്ന് നടന്നു നോക്കി. നടക്കാൻ യാതൊരു കുഴപ്പമില്ല. ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. അദ്ദേഹം നടന്ന് പ്രധാന ഹോളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ സൗഖ്യ ശുശ്രൂഷയുടെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇദ്ദേഹം തൻ്റെ ഭാര്യയുടെ തോളിൽ തട്ടി. ഭാര്യ തിരിഞ്ഞു നോക്കിയിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ കിടക്കയിൽ കിടത്തി കൊണ്ടുവന്നിരുന്ന തൻ്റെ ഭർത്താവ് ഇപ്പോഴിതാ നടന്ന് ഇവിടെ ഹോളിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മോട് യോഹന്നാനിലൂടെ പറയുകയാണ്, നിങ്ങളുടെ അവന് വഴിയൊരുക്കുവിൻ, കുന്നുകളും മലകളുമൊക്കെ നിരത്തി വഴികൾ നേരെയാക്കുവിൻ. കുന്നുകളാകുന്ന നമ്മുടെ ജീവിതത്തിലെ മലകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാപമായിരിക്കാം. സ്നേഹമില്ലാത്ത അവസ്ഥയും അത് വാലികളാകാം. ഓരോ കുന്നിൻ്റെയും മലയുടെയും താഴ്വാരത്തിലുള്ള ആ വാലീസ് അത് നമ്മൾ നികത്തേണ്ടതായിട്ടുണ്ട്. സ്നേഹമില്ലാത്ത അവസ്ഥയിൽ ആ സ്നേഹം താൽ ആ വാലികളൊക്കെ കുഴിയും ഒക്കെ നികത്തുമ്പോൾ ദൈവത്തിന് നമ്മൾ വഴിയൊരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റേതായിട്ടുള്ള വളഞ്ഞ വഴികളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നേരെയാക്കണം. നേരെവോ സത്യസന്ധമായിട്ടുള്ള ആ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന യേശു നമ്മളിലേക്ക് കടന്നു വരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ, ഇതാ ഞാൻ നിങ്ങളുടെ ഹൃദയകവാടത്തിൽ മുട്ടുന്നു. ആര് എൻ്റെ ശബ്ദം കേട്ട് ഹൃദയകവാടം തുറന്നു തരുന്നുവോ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഞാൻ വസിക്കും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. ഓരോ നിമിഷവും നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാവുന്നതാണ്. എന്താണ് ക്രിസ്മസ്? ദൈവം നമ്മളിൽ ജനിക്കുന്ന, നമ്മളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണല്ലോ ക്രിസ്മസ്. അതുകൊണ്ടാണല്ലോ നാം വളരെ സുപരിചിതമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രസ്താവനയാണല്ലോ, എത്ര ഉണ്ണി ഈശോമാർ എത്ര പുൽക്കൂടുകളിൽ പിറന്നാലും ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് എന്ത് ഫലം, എന്ത് പ്രയോജനം? ആയതിനാൽ സഹോദരീ സഹോദരന്മാരെ, ആഗമന കാലത്തിൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഗമന കാലത്തിൽ നമ്മൾ ധ്യാനിച്ച വിഷയങ്ങൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ചാണ്. അവൻ്റെ മഹത്വത്തോടുകൂടെയുള്ള 2ാമത്തെ വരവിന് ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പുൽക്കൂടിൽ ജനിച്ച ആ ഒരു ആദ്യത്തെ വരവിനും നമ്മൾ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഇതാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വരവിന് നാം ഇപ്പോഴെങ്ങനെ ഒരുങ്ങും? അതും സംഭവിച്ചു കഴിഞ്ഞതാണല്ലോ. ആയതിനാൽ നാം ഓർക്കുക, ഓരോ നിമിഷവും യേശു നമ്മളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. നാം അവൻ്റെ ശബ്ദം, അത് പല വിധത്തിലാകാം. അവൻ ചിലപ്പോൾ രോഗികളുടെ രൂപത്തിലാകാം, ചിലപ്പോൾ അപരിചിതൻ്റെ രൂപത്തിലാകാം, ചിലപ്പോൾ കാരാഗൃഹത്തിൽ വസിക്കുന്നവനായിട്ടാകാം. അവനെ സമീപിക്കുമ്പോൾ അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നാം യേശുവിൻ്റെ വാക്കുകൾ ഓർക്കുക, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഒരു വീട്ടമ്മ, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, ഈ സ്ത്രീ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ്. അവിടെ ഒരു ഗ്രാമത്തിലാണ് അവർ താമസിക്കുക. അവർക്ക് 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഹൃദ്രോഗം വന്നു. അവർ വളരെയധികം പ്രയാസപ്പെട്ടു. സഹായിക്കാൻ ഭർത്താവില്ല, വേറെ ബന്ധുക്കളാരും അടുത്തുമില്ല. ആ വീട്ടിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ അറിയുകയാണ്, വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ
ശിശു കുട്ടികളുടെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വരുന്നു. ആ ഡോക്ടറെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഈ പ്രദേശത്ത് ആ ഗ്രാമത്തിൽ അവൈലബിൾ ആയിരിക്കും. ഫീസൊന്നുമില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിൽ അദ്ദേഹത്തെ കാണാനും കൺസൾട്ട് ചെയ്യാനും അവസരമുണ്ട്. അപ്പോൾ ഇവർ ആ ഡോക്ടറെ കാണിക്കണം തൻ്റെ കുഞ്ഞിനെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി തലേ ദിവസം ഡോക്ടർ വരുന്ന ആ ദിവസം നാളെയാണെങ്കിൽ അവരിന്ന് വൈകിട്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ച് അതിരാവിലെ തന്നെ ഈ ഡോക്ടറെ കാണാൻ പോകണം എന്ന വിധത്തിൽ ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കതകിലൊരു മുട്ടൽ, പുറത്ത് നല്ല മഴയുമുണ്ട്. ആ കതകയിൽ മുട്ടൽ കേട്ടപ്പോൾ ഇവർ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഏതോ ഒരു ശല്യം വന്നുവല്ലോ, എനിക്ക് ഇഷ്ടംപോലെ ജോലി ഭാരം ഇപ്പം തന്നെ ഉണ്ട്, ഇനി വേറൊരു ഭാരവും കൂടി എടുത്തു വെക്കാൻ മനസ്സില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മുട്ടൽ കേട്ടപ്പോൾ അവർ ചെന്ന് കതക് തുറന്നു. കതക് തുറന്നപ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്ന് നടക്കാനിറങ്ങിയതാണ്, പെട്ടെന്ന് മഴ പെയ്തു, കുടയില്ല, ഇവിടെ അടുത്ത് വേറെ ഒരു കടയോ വീടോ ഒന്നുമില്ല, ഈ വീട് കണ്ടു, ഞാൻ അല്പനേരം ഒന്ന് അകത്ത് കയറി നിന്നോട്ടെ. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാതെ തന്നെ, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ശല്യമുണ്ട്, ഭാരമുണ്ട്, ജോലിയുണ്ട്, ഇനിയൊരു ഭാരം കൂടി എടുത്തു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി കതകടച്ചു. എന്നിട്ട് തൻ്റെ വീട്ടുജോലികളെല്ലാം ചെയ്തു, നേരത്തെ തന്നെ കിടന്നു, കുട്ടികളെയൊക്കെ കിടത്തുറക്കി അതിരാവിലെ എഴുന്നേറ്റ് ഈ ഡോക്ടർ രോഗികളെ കാണാനിരിക്കുന്ന സ്ഥലത്തെത്തി. അവരെത്തുന്നതിനും തന്നെ വേറെ ആൾക്കാർ ഒരുപാട് വന്ന് അവിടെ എത്തിയിരുന്നു. കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഡോക്ടറെ കാണാൻ അവസരം കിട്ടി. അപ്പോൾ ഇവർക്ക് ഇവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തലേന്ന് തൻ്റെ വീട്ടിൽ വന്ന് കതകയിൽ മുട്ടി വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാതെ പുറത്താക്കിയ ആ മനുഷ്യനായിരുന്നു ആ ഡോക്ടർ. ആ ഡോക്ടർ പറഞ്ഞിരുന്നതിൽ ഒരു ദിവസം നേരത്തെ എത്തി അദ്ദേഹം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവിചാരിതമായി മഴ പെയ്തു. അപ്പോൾ ഈ വീട്ടിൽ കയറാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. യേശു പല വിധത്തിൽ പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം മുതൽ നമുക്ക് സുപരിചിതമാണ്. അവസാനത്തെ വിധിയെക്കുറിച്ചാണ്. അവിടെ രാജാവ് മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ ജനങ്ങളെ രണ്ടായിട്ട് തിരിച്ച് നല്ല മനുഷ്യരെ വലത്തുവശത്തും മോശമായിട്ടുള്ളവരെ, ചീത്ത മനുഷ്യരെ ഇടത്തുവശത്ത് നിർത്തും. വലത്തുവശത്തുള്ളവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, സ്ട്രേഞ്ചറായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഈ എളിയവരിൽ ഒരുവനത് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് അവകാശവും അധികാരവും നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അനുദിന ജീവിതത്തിൽ സഹിക്കുന്നവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട നന്മകൾ ചെയ്യുക, സഹായം ചെയ്യുക എന്നുള്ളത്. ആയതിനാൽ ഓരോ നിമിഷവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാം. ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ആഘോഷമാണല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സൃഷ്ടാവായ വചനം നമ്മുടെ അടുത്തേക്ക് വരുന്ന നിമിഷമാണ് ക്രിസ്മസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് വന്നു, തൻ്റെ ജനം അവനെ സ്വീകരിച്ചില്ല, എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവമക്കളാകുവാനായിട്ടുള്ള അധികാരം നൽകി, അവകാശം നൽകി. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. ഈ ക്രിസ്മസ് ആഘോഷം സന്തോഷത്തിൻ്റെ, സകല മനുഷ്യർക്കും സന്തോഷിക്കാനായിട്ടുള്ള ഒരു വാർത്തയാണ് മാലാഖ നൽകിയതെങ്കിൽ
സന്തോഷിക്കുവാനുള്ള ഒരു കാരണം ഇതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. എന്തിനു വേണ്ടി? മനുഷ്യരായ നമ്മളെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി. ഞാൻ ആവർത്തിക്കുന്നു, ദൈവം മനുഷ്യനായി അവതരിച്ചു മനുഷ്യരായ നമ്മെ ദൈവമക്കളാക്കുന്നതിന് വേണ്ടി. അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ അധികാരം നൽകി, ദൈവമക്കളായി തീരുവാനായിട്ടുള്ള അധികാരം നൽകി. നാം അവനിൽ വിശ്വസിച്ചുവെങ്കിൽ, അവനെ സ്വീകരിച്ചുവെങ്കിൽ, നാം ഓർക്കുക, നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് അവസരം കിട്ടിയത് ദൈവം മനുഷ്യനായി അവതരിച്ച ആ ക്രിസ്മസിലൂടെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവം നൽകുന്ന ശാന്തിയും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നോക്കൂ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, അങ്ങനെയാണ് താനും. നാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യരായ നമ്മെ ദൈവത്തിൻ്റെ മക്കളാകുന്നതിനുള്ള അധികാരം നൽകി, അവകാശം നൽകി. ആ ഒരു സത്യമാണ്, സംഭവമാണ് ക്രിസ്മസിലൂടെ നാം ആഘോഷിക്കുക. ആയതിനാൽ സകലർക്കും വേണ്ടി സന്തോഷിക്കുവാനുള്ള സദ്വാർത്ത ആണ് ഈ ക്രിസ്മസ്. സന്തോഷിക്കുവാനുള്ള മറ്റൊരു കാരണം വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഘോഷമാണ്. ആ ദൈവം നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമായി നമ്മെ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ അയച്ചു. ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള രക്ഷാകരമായ പദ്ധതി ഏറ്റവും ചുരുക്കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി സ്വന്തം ഏകജാതനെ നൽകാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരായ നമ്മളെ സ്നേഹിച്ചു എന്നാണല്ലോ. കാരണം ഈ ലോകത്തിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അത് മനുഷ്യരായ നമ്മൾ ഈ ലോകത്തിലുള്ളത് കൊണ്ടാണ്. അല്ല, സൃഷ്ടികളുടെ മകുടമായി ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരായ നമ്മളാണ് ഈ ലോകത്തിന് വില നൽകുന്നത്, മൂല്യം നൽകുന്നത്. അപ്പം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരുത്തി വായിക്കുന്നത് നല്ലതാണ്. ദൈവം എന്നെ, വർഗീസായ എന്നെ ഇത്രയധികം സ്നേഹിച്ചു, സ്വന്തം പുത്രനെപ്പോലും എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് അയച്ചു. ആ സംഭവമാണ് ക്രിസ്മസിലൂടെ നാം ആഘോഷിക്കുക. അത് വലിയ സന്തോഷത്തിൻ്റെ രഹസ്യമാണല്ലോ, സത്യമാണല്ലോ. ഒരു ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഞാൻ വചനം പങ്കുവെക്കേണ്ടതിനെക്കുറിച്ച് പല വചനങ്ങളും പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗൾഫിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ്. അപ്പോൾ വികാരിയച്ഛനായ ബർണബാസ് മഡ്ഡി, ഇറ്റാലിയൻ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുന്നത് വർഗീസ് അച്ഛനാണ് കേട്ടോ, ഒരുങ്ങിക്കോളൂ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ക്രിസ്മസിനോട് ബന്ധിച്ചുള്ള വചനങ്ങൾ ഒരുപാടൊക്കെ വായിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വചനം എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ വചനം എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചു: നീ വിധിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവുമില്ല. ആ വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്: നീ ആര് തന്നെ ആയിരുന്നാലും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവുമില്ല. എന്നിട്ട് കാരണം കൂടി പറയുകയാണ്: നീ മറ്റുള്ളവരെ എന്തിനു വേണ്ടി വിധിക്കുന്നുവോ ആ തെറ്റ് തന്നെ നീയും ചെയ്യും. ഞാൻ മറ്റുള്ളവരെ വിധിച്ചത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ഞാൻ ആ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി, ഗർഭചിത്രത്തെക്കുറിച്ച്, അബോർഷനെക്കുറിച്ച്.
അപ്പോൾ ആ എബോർഷൻ്റെ ആർട്ടിക്കിൾ എഴുതിയ ആ മഹതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും സുരക്ഷിതമായ ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ വധിക്കുക, നിഷ്കരുണം വധിക്കുക എന്നുള്ളത് എത്രയോ ക്രൂരമായ പ്രവൃത്തിയാണ്. ഞാൻ അങ്ങനെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ വധിക്കുന്ന, അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ചിന്തിച്ചത്. അപ്പോൾ വചനം എന്നോട് പറയുകയാണ്, നിനക്ക് യാതൊരു ന്യായീകരണമില്ല. എന്നിട്ട് പറയുകയാണ്, നീയും ആ തെറ്റ് തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെ ശരിയാവും? ഞാൻ ഗർഭചിത്രത്തെക്കുറിച്ചാണ് വിധിച്ചത്. ഗർഭം വഹിക്കുക എന്നുള്ളത്, ഗർഭിണിയാവുക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഈ വചനം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വചനം തെളിഞ്ഞു വരികയാണ്. നാം ദൈവത്തെ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ, നാം ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവം സ്നേഹമാണ്, എന്നാൽ സ്നേഹത്തിൽ ജീവിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം പലപ്പോഴും സ്നേഹത്തിൽ ജീവിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ നമ്മളിൽ ദൈവം വസിച്ചിട്ടുമുണ്ട്. ആ നമ്മളിൽ കുടികൊള്ളുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവനില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടമായി തീരുന്നത് നാം മറ്റുള്ളവരോട് ദേഷ്യത്തിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരോട് വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും ജീവിക്കുമ്പോഴാണല്ലോ. ആയതിനാൽ ഈ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ദൈവം വസിക്കുന്നുണ്ട്, ദൈവം ജന്മമെടുത്തിട്ടുണ്ട്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. കുമാരനാശൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ള, കോറി വച്ചിട്ടുള്ള വാക്കുകളാണ്. അതിൻ്റെ അടിസ്ഥാനം ബൈബിളാണ്, ദൈവവചനമാണെന്ന് നമുക്കറിയാം. ആ വചനം ഇങ്ങനെയാണ്, 1 യോഹന്നാൻ 3:15, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു എന്നുള്ളത് 1 യോഹന്നാൻ 4:12 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ മനസ്സിൽ ജനിച്ചിട്ടുള്ള, നമ്മളിൽ കുടികൊള്ളുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അപ്രാപ്യം, അനുഭവമല്ലാതായി തീരുന്നത്, നഷ്ടപ്പെടുന്നത് നാം മറ്റുള്ളവരെ ദ്വേഷിക്കുമ്പോഴാണ്, വെറുക്കുമ്പോഴാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. നമ്മളിൽ കുടികൊള്ളുന്ന ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മളിൽ വളരട്ടെ. നമ്മളുടെ ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ദൈവസാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവേദ്യമായി തീരട്ടെ. വൺസ് അഗൈൻ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. സന്തോഷവും സമാധാനവും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com